എല്ലാവർക്കും ആർച്ച അച്ചു ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് പോലെ എൻ്റെ നടത്തവുമായിട്ട് ഞാൻ വീണ്ടും വന്നേക്കുന്നു. വാ, ചായയുടെയൊക്കെ കഴിഞ്ഞു. ഞാൻ വീണ്ടും വെറുതെ എൻ്റെ നടത്തവും ഞാനും. വാ, നമ്മുടെ പറമ്പിലേക്ക്. എല്ലാവരും ചായ കുടിച്ചാ? എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടല്ലേ? എപ്പോഴും ഈ നടത്തവും ഈ പഴയ എപ്പോഴും വയ്യായികയും പറഞ്ഞിട്ട് രാവിലെയും വീഡിയോ ഇട്ട് ഈ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ലൈവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് വേറൊന്നും അറിയില്ല. പറയാനൊന്നും എന്താ പറയണ്ടേ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. കിളിയുടെയൊക്കെ സൗണ്ട് കേട്ടാ ഭയങ്കര ഇതാണ്, ചീമൂട്. നിങ്ങളുടെ അവിടെ എന്തുട്ടാ പറയണേന്ന് പറഞ്ഞോട്ടെ. ഇവിടെ ഞാൻ ചീമൂടെന്ന് പറയണേ, ഇവിടെ എന്തുട്ടാ പറയണേന്ന് എനിക്കറിയില്ല. എനിക്കിന്ന് ഭയങ്കര സങ്കടമായിട്ടോ. എന്താണെന്നറിയാമോ? നിങ്ങളുടെ അടുത്ത് പറയട്ടെ എൻ്റെ സങ്കടം. ഞാൻ ഇന്ന് ഭയങ്കര പ്രതീക്ഷിച്ച് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി എൻ്റെ പഴയ ഡ്രസ്സൊക്കെ ഇടാമെന്ന് ഓർത്ത് ഡാൻസൊക്കെ കളിച്ച് വീഡിയോ ഇടാമെന്ന് ഓർത്തു. പക്ഷെ ഒന്നും പാകാവണില്ല. ഒരു ഡ്രസ്സും എനിക്ക് ഇടാൻ പറ്റണില്ല ഇപ്പം. എൻ്റെ കൊച്ച് ലക്കിയായി, കൊച്ചിനിടാൻ പറ്റണം. അതുകൊണ്ട് കൊച്ചിൻ്റെ കുറേ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലും, ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ ചെയ്യണം. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് ആർച്ചച്ചു എന്നാണ് കേട്ടോ. കൊച്ചിൻ്റെ അനൂസ്. ഇന്ന് ഞാൻ ഇച്ചിരി താഴോട്ടാണ് ഇറങ്ങിപ്പോണേ. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോവാട്ടോ. മുകളിലേക്ക് കുറച്ച് അറ്റത്തേക്ക് പോവാട്ടെ. ഇന്ന് ഈ അസുഖത്തിൻ്റെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര വണ്ണത്തടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഈ വയറൊക്കെ എല്ലാവരും ഓർക്കും ഗർഭിണിയാണെന്ന് വിചാരിക്കരുതട്ടാ. വയറ് ട്യൂബ് ഇട്ടേക്കുന്ന ആരുണ്ട്, വയറ്റിലേക്കാണ് കണക്ട് ചെയ്തേക്കണം. ട്യൂബേ തലേന്ന് ട്യൂബ് വയറ്റിലേക്കാണ് കണക്ട് ചെയ്തേക്കണം. അപ്പോൾ വയറ്റിലേക്കാണ് ട്യൂബിൻ്റെ കൂടി വന്നിട്ട് വെള്ളം വയറ്റിലേക്കാണ് വന്നത്. അപ്പം അതുകൊണ്ട് വയറിങ്ങനെ വീർക്കുമെന്ന് ഡോക്ടർ പറഞ്ഞ്. അതുകൊണ്ടാണ് കേട്ടോ വയറിങ്ങനെ. അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്, ഗർഭിണി എന്നല്ല. പിന്നെ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ കൊച്ചും 2 അനിയന്മാർ മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഡൈവോഴ്സാണ്. കുറേ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട്, കുറേ ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കുറേ പോകാനുണ്ട്. ഇളയ അനിയൻ മഞ്ഞ്, ഇളയ അനിയൻ പോകണുണ്ടോ വണ്ടിക്ക്? ഇളയ അനിയൻ പോയി. ഇത് ശരിക്കും വീടിൻ്റെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് അതാ റോഡ്.
ഇവിടെയും ഉണ്ട് കുറച്ച് കപ്പ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഒന്നല്ല കേട്ടോ, നമ്മുടെ ഒന്നല്ല. ഇനി നമുക്ക് കാട്ടിക്കൂടെ തന്നെ പോകാം. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അണയ്ക്കും, ഭയങ്കര മടിയാ. അതുകൊണ്ടാ അവളാണ്ട് പറഞ്ഞ മടിയാണ്. ഇന്ന് കൊച്ചിൻ്റെ സ്പെഷ്യലായിരുന്നു ചായക്ക് കടി. കൊച്ചിൻ്റെ സ്പെഷ്യലായിരുന്നു. ഇപ്പൊ തന്നെ അണച്ച് നടക്കാൻ വയ്യ. നടക്കുമ്പോഴേക്കും നെഞ്ച് ഭയങ്കര ഡിപ്പാ. എൻ്റെ അമ്മ ബാ. പിന്നെ ഒരു രസം ഉണ്ടായിട്ടാ, ഞാൻ ഇത്തവണ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്നപ്പേ നല്ല കോമഡി ആയിരുന്നു. അവിടെ നിങ്ങൾക്കറിയാലോ, അവിടെ ഇങ്ങനെ ഇടിയാണ് കട്ടിലിന് വേണ്ടി. കട്ടിലിന് ഞാൻ ചെന്നപ്പോൾ തന്നെ നിറച്ച ആൾക്കാരാണ്. താഴത്തൊരു കട്ടിലിൻ്റെ അടിയിൽ 2-3 പേര് വെച്ചാണ് കിടത്തണത്. അവിടെ കട്ടിലുമേയും ഒക്കെ ഒരാൾ മരിക്കാൻ